ചേമ്പലിൽ പൊതിഞ്ഞ് ഒരു കുട്ടിയുടെ മൃതദേഹം മെഴുവേലിയിൽ കാണപ്പെട്ടു. ഇന്നലെ പുലർച്ചെ 4 മണിക്ക് ആണ് ഈ കുട്ടിയുടെ മൃതദേഹം ചേമ്പലിൽ പൊതിഞ്ഞ് അവിടെ ഉപേക്ഷിച്ചെന്ന് കരുതുന്നു. ഇലവന്തിട്ട പോലീസ് ഇതിനെ സംബന്ധിച്ച് ഒരു FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇലവന്തിട്ടയിലെ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ മെഴുവേലിയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ രക്തസ്രാവത്തെ തുടർന്ന് ചെങ്ങന്നൂർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ആശുപത്രി അധികൃതർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇത് പ്രസവത്തോടനുബന്ധിച്ചുള്ള രക്തസ്രാവമാണ്. പോലീസ് അറിയിക്കുന്നതാണ് ബുദ്ധിയെന്ന് കരുതി ചെങ്ങന്നൂർ ആശുപത്രി അധികൃതർ പോലീസിനെ അറിയിച്ചു. ഇലവന്തിട്ട പോലീസ് ആശുപത്രിയിലെത്തി. അതിനുശേഷം അവർ മെഴുവേലിയിലെ പെൺകുട്ടിയുടെ വീട് പരിശോധിച്ചു, വീടിൻ്റെ പരിസരം പരിശോധിച്ചു. വീടിൻ്റെ അടുത്ത പറമ്പിൽ ഒരു ചേമ്പലയിൽ പറഞ്ഞ ഒരു കുഞ്ഞു കൊച്ചിൻ്റെ മൃതദേഹം കിട്ടി. പ്രസവിച്ച ഉടനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് കുട്ടിയെ കണ്ടത്. ഏതായാലും പോലീസ് അത് കസ്റ്റഡിയിലെടുത്തു, ഇൻക്വസ്റ്റ് തയ്യാറാക്കി. കുട്ടി മരിച്ചിരിക്കുന്നു. പെൺകുട്ടിയെ ചോദ്യം ചെയ്തപ്പം താൻ ഗർഭവതിയായിരുന്നുവെന്നും ഇപ്പോൾ തനിക്ക് 21 വയസ്സുണ്ടെന്നും തൻ്റെ കാമുകിൽ നിന്നാണ് ഗർഭം ധരിച്ചതെന്നും ഈ വിവരം മറച്ചു വെച്ചു എന്ന് പറഞ്ഞു. അത് വീട്ടുകാർ പോലും അറിയാതെ ആ പെൺകുട്ടി ഇത് മറച്ചു വെച്ച് നടന്നു. അവസാനം പ്രസവിച്ചു. പ്രസവിച്ച ഉടനെ കൊച്ച് കരഞ്ഞു എന്ന് തോന്നി ഇവർ വാവത്തി പിടിച്ചു എന്ന് പറഞ്ഞു. വാവത്തി പിടിച്ച് ശ്വാസം കിട്ടാതെ കുട്ടി മരിച്ചു. അതിനെ ഒരു ചേമ്പലയിൽ പൊതിഞ്ഞ് അടുത്ത പറമ്പിൽ ഉപേക്ഷിച്ചു. അതിനുശേഷം വീട്ടിൽ വന്ന് സ്വസ്ഥമായിട്ടിരുന്നു. ബ്ലീഡിങ് നിൽക്കുന്നില്ല. വീട്ടുകാരെ അറിയിച്ചു. അവർ ചെങ്ങന്നൂർ ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രിയിലെ പരിശോധനയിലാണ് പ്രസവത്തോടനുബന്ധിച്ചുള്ള രക്തസ്രാവമാണ് എന്ന് വീട്ടുകാരോട് പറയുന്നത്. അവർക്ക് ഈ വിവരത്തെപ്പറ്റി അറിവില്ല, പെൺകുട്ടിയോട്ട് പറഞ്ഞുമില്ല. ആ ഗർഭധാരണം ആ പെൺകുട്ടി വീട്ടുകാരിൽ നിന്ന് മറച്ചു വെച്ചു. അങ്ങനെയാണ് മുന്നോട്ട് പോയത്. ഏതായാലും വീട്ടുകാർക്ക് അറിവില്ല ഇങ്ങനൊരു സംഭവത്തെപ്പറ്റി. ഏതായാലും മെഴുവേലിയിലെ വീട്ടിൽ വെച്ച് തന്നെ പെൺകുട്ടി പ്രസവിച്ചു എന്ന് ഉറപ്പായി. അടുത്ത പറമ്പിലെ പെൺകുട്ടി പ്രസവിച്ച ആ കുഞ്ഞിൻ്റെ മൃതദേഹം കിട്ടി. അത് പ്രസവിച്ചപ്പോൾ ജീവനുണ്ടായിരുന്നു. കരഞ്ഞപ്പം വാവത്തി പിടിച്ചു എന്നാണ് പറയുന്നത്. മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടി വാവത്തി പിടിച്ചു. അതിനുശേഷം കുട്ടി മരിച്ചു. അങ്ങനെയാണ് അത് ഉപേക്ഷിക്കാൻ കാരണമെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. ഏതായാലും പോലീസ് മാതാപിതാക്കളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്തു. കാമുകനെ ഇനി ചോദ്യം ചെയ്യുകയും. ഇത് അയാളുടെ അറിവുണ്ടായിട്ടാണോ ഈ കൊലപാതകം? ഏതായാലും ഇതൊരു മർഡറാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പെൺകുട്ടിയുടെ മൊഴി ഇലവന്തിട്ട പോലീസിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ കുട്ടി ജനിച്ചപ്പം ജീവനുണ്ടായിരുന്നുവെന്നും നിലവിളിച്ചു, അപ്പം വാവത്തി പിടിച്ചു എന്നാണ്. അപ്പം ജനിച്ച കുട്ടിക്ക് ജീവനുണ്ട്, അതിനെ കൊന്നു. അപ്പം 302 IPC വന്നു കഴിഞ്ഞു. അതനുസരിച്ചുള്ള ഒരു നടപടിയിലേക്ക് FIRൽ മാറ്റം വരുത്തും സെക്ഷനിൽ. ഇപ്പോൾ ഒരു അബാൻഡൻ്റായ അൺക്ലെയിംഡായ ഒരു ന്യൂ ബോൺ ചൈൽഡ്, ഒരു പുതിയ കുട്ടിയുടെ മൃതദേഹത്തിനുള്ള കേസ് മാത്രമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതിനെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞെങ്കിൽ മാത്രമേ എങ്ങനെയാണ് മരിച്ചതെന്ന് കണ്ടെത്താൻ കഴിയുള്ളൂ. അതൊരു കൊലപാതകമാകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. അങ്ങനെയെങ്കിൽ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യേണ്ടി വരും മർഡർ കേസിൽ. മറ്റൊന്ന്, കാമുകൻ്റെ റോൾ എത്രത്തോളം ഉണ്ട്, ഡെലിവറി സമയത്ത് കാമുകൻ അവിടെ ഉണ്ടായിരുന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി പോലീസ് ചോദ്യം ചെയ്തിട്ട് വേണം അതിൻ്റെ കൃത്യത മനസ്സിലാക്കാൻ. ഏതായാലും കുട്ടികളെ സംരക്ഷിക്കേണ്ട ധാരാളം നിയമങ്ങൾ ഇന്ത്യയിലുണ്ട്. അത് അനുസരിച്ച് പോലീസ് നീങ്ങും. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉണ്ട്. കുഞ്ഞു കുട്ടികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് ഉടമസ്ഥൻ അല്ലെങ്കിൽ അൺക്ലെയിംഡ് ആയുള്ള കുട്ടി ജീവനോടെ ലഭിച്ചാലും ശരി, അല്ലെങ്കിൽ അതിൻ്റെ മാതാവ് ആ കുട്ടിയെ ഉപേക്ഷിച്ചാലും ശരി, കുട്ടികളെ സംരക്ഷിക്കേണ്ട നിയമങ്ങൾ ഇന്ത്യയിൽ ധാരാളമുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയേ പറ്റുള്ളൂ. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അവർ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നതുകൊണ്ട്
അവരെ ബ്ലീഡിംഗ് ഒക്കെ കുറഞ്ഞ് അവർ നോർമലായി കഴിഞ്ഞ് അവരെ ചോദ്യം ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം അവിവാഹിതയായ സ്ത്രീ ഒരു പുരുഷനുമായിട്ട് ബന്ധമുണ്ടായി, അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾ അവർക്ക് താല്പര്യമില്ലെങ്കിൽ സർക്കാരിൽ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ കൊടുക്കാം. അത് നാണക്കേടും മാനക്കേടും കാരണം കുട്ടിയെ കൊല്ലുകയോ മറച്ചു വെക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കൊലക്കേസിൽ തന്നെ പ്രതിയാകുമെന്ന് നമുക്ക് മനസ്സിലാകും. ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. അവർ ഒരു പയ്യനുമായിട്ട് അടുപ്പമുണ്ടായി, അതിന് ഗർഭവതിയായി, അതവർ മെച്യൂർ ആയ സ്ത്രീയാണ്, അല്ലെങ്കിൽ കാമുകനും മെച്യൂറായിരിക്കാം, മെച്യൂരിറ്റി ഉള്ളവരാണ്, പ്രായപൂർത്തിയായവരാണ്. അപ്പോൾ അവർ ബന്ധപ്പെട്ടൊരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൊല്ലാനുള്ള അവകാശമില്ല, പക്ഷേ അത് ഗവൺമെൻറ്റിൽ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലുകാരെ ഏൽപ്പിക്കണം. അതിനുള്ള സാധനം വളർത്താനുള്ള സംവിധാനം ഇന്ത്യയിൽ ധാരാളമുണ്ട്. കേരളത്തിലും അതിനുള്ള നിയമപരമായ കാര്യങ്ങൾ എല്ലാ ജില്ലകളിലുമുണ്ട്. എല്ലാ ജില്ലകളിലും ഇതുപോലെ അബാൻഡൻ്റായ കുട്ടികളെ സംരക്ഷിക്കാനുള്ള സംവിധാനം സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ പൗരനായി ജനിക്കുന്ന ആരെയും കൊല്ലാനുള്ള അവകാശം മാതാവിനോ പിതാവിനോ ഇല്ല. ആ കുട്ടിയെ സർക്കാരിലേക്ക് ഏൽപ്പിക്കുക. നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള സോഷ്യൽ വെൽഫെയർ ബോർഡിൻ്റെ കീഴിൽ ധാരാളം സംവിധാനങ്ങളുണ്ട്. കുട്ടികളില്ലാത്ത ധാരാളം ആൾക്കാർ കേരളത്തിലുണ്ട്. അവർ കുട്ടികളെ ലഭിക്കാൻ വേണ്ടിയിട്ട് അപേക്ഷയും കൊടുത്ത് കാത്തിരിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുട്ടികളെ കൊടുക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ആ കുട്ടിയെ പ്രായപൂർത്തിയാകുന്നിടം വരെ ഇവിടെ വളർത്താനുള്ള സംവിധാനങ്ങൾ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംരംഭങ്ങളിൽ ഏർപ്പെടുന്ന പുരുഷനും സ്ത്രീയും അവർ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കൊലപാതകത്തിലേക്കും പോകരുത്. നാണക്കേടും മാനക്കേടും ഓർത്തിട്ടാണ് കൊലപാതകം നടത്തുന്നത്. അപ്പോൾ അത് ഒന്നുകൂടെ കഠിനമായ രീതിയിലേക്ക് പോയി നാണക്കേടും മാനക്കേടും വെച്ച് കുട്ടിയെ കൊന്നു കഴിഞ്ഞാൽ കൊലപാതകം മാത്രമല്ല, ജനങ്ങൾ, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഈ അവിഹിത ഗർഭത്തെപ്പറ്റിയും ആ കൊലപാതകത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ അറിഞ്ഞു എന്നുള്ളതാണ് വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ അവിഹിതമായ ബന്ധത്തിൽ ഏർപ്പെടുന്നവർ കുട്ടികളുണ്ടായാൽ അത് മറച്ചു വെച്ചിട്ട് കാര്യങ്ങളെ എവിടെയെങ്കിലും ദൂരെ പോയി നാണക്കേടാണെങ്കിൽ പോയി പ്രസവിക്കുക. ആ കൊച്ചിനെ ആ ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്ന സ്ഥലത്ത് ഹോസ്പിറ്റലുകാർ അത് വേണ്ട പോലെ കൈകാര്യം ചെയ്തോളും. ഇവിടെ അമ്മത്തൊട്ടിൽ ധാരാളമുണ്ട് കേരളത്തിൽ. അവിടെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ പറഞ്ഞാൽ മതി. അവിടെയുള്ള നേഴ്സസിൻ്റെ അടുത്ത് മറ്റൊന്നും പറഞ്ഞ് എനിക്ക് കുട്ടിയെ വേണ്ട, ഞാൻ അവിഹിത ഗർഭം ധരിച്ചതാണ് എന്ന് തുറന്ന് അവരുടെ അടുത്തെങ്കിലും പറയാം. അവർ അതിനുള്ള സംവിധാനം ഉറക്കും. വെറുതെ കൊലക്കേസിനകത്ത് പ്രതിയാകരുത്. നിങ്ങൾക്ക് കുട്ടിയെ വേണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ധാരാളം ആൾക്കാർക്ക് കുട്ടികളെ വേണം. അതുപോലെ സംസ്ഥാനത്തിന് വേണം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വേണം. ഇന്ത്യയിൽ ജനിക്കുന്ന കുട്ടികളെയെല്ലാം സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ ധാരാളം ഇന്ത്യയിലുണ്ട്.